അലിസൺ എന്നീ പെൺകുട്ടി ഒരു ക്ലോത്തിംഗ് സ്റ്റോറിലേക്ക് കയറിയതും ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്ന് അലിസനോട് ഇപ്പോൾ ഒരു സെൽഫി എടുക്കാൻ ചോദിക്കുന്നു. അത് കിട്ടിയ സന്തോഷത്തിൽ ആ പെൺകുട്ടിയാണെങ്കിൽ ഓടിപ്പോയത് അലിസൺ ആണെങ്കിൽ ഇപ്പോൾ ആ ക്ലോത്തിംഗ് സ്റ്റോറിലേക്ക് കയറി അവിടെ വളരെ മനോഹരമായ ഒരു ഡ്രസ്സും കാണുന്നു. ശേഷം ഈ സമയം അവിടേക്ക് എത്തിയ ആ സ്റ്റോറിലെ സ്റ്റാഫിനോട് അലിസൺ ഇപ്പോൾ ആ ഡ്രസ്സ് താനൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിച്ചത് ആ സ്ത്രീ ആണെങ്കിൽ നിന്റെ കൂടെ പാരന്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് കൺഫ്യൂസ് ആയ അലിസൺ താൻ ഒറ്റക്കാണ് വന്നതെന്ന് പറഞ്ഞത് ആ സ്ത്രീ ആണെങ്കിൽ എന്റെ സ്റ്റോറ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണെന്നും ഈ ഡ്രസ്സിന്റെ വില നിനക്ക് താങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞു അലിസനോട് തൊട്ടപ്പുറമുള്ള ഏതെങ്കിലും ചീപ്പായിട്ടുള്ള സ്റ്റോറിലേക്ക് പോകാൻ പറയുന്നു. ഈ സമയം അവിടേക്ക് കാണാൻ പണക്കാരി എന്ന് തോന്നിക്കുന്ന മറ്റൊരു സ്ത്രീ വരുന്നു. അങ്ങനെ ഇത് കണ്ട് ആ സ്റ്റാഫ് ആണെങ്കിൽ ഉടനെ ആ സ്ത്രീക്ക് അലിസൺ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്യൂട്ട് ആകുമെന്ന് പറഞ്ഞ് അവളോട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നു. എന്നാൽ അവൾ ഇപ്പോൾ അലിസനെ കളിയാക്കി ആ സ്ത്രീയുടെ കൂടെ അകത്തേക്ക് പോയത് ആദ്യം സെൽഫി എടുക്കാൻ വന്ന ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ അലിസനെ കാണാനായി ഇപ്പോൾ ആ സ്റ്റോറിലേക്ക് വരുന്നു. പക്ഷേ ഈ സമയം ആ സ്റ്റോറിലെ സ്റ്റാഫ് ആണെങ്കിൽ പണക്കാരിക്ക് ആ ഒരു ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുത്തത് അവൾ പേ ചെയ്യാൻ നൽകിയ അവളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇപ്പോൾ വർക്ക് ആകുന്നില്ല. ശേഷം അവളുടെ കയ്യിൽ വേറെ കാർഡുകളോ ലിക്വിഡായി പണമോ ഇല്ല എന്ന് മനസ്സിലാക്കി വളരെ ദേഷ്യം വന്ന സ്റ്റാഫ് ആണെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീയെ പറഞ്ഞുപെടുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവൾ ഇപ്പോൾ മുന്നിലേക്ക് വന്ന് നോക്കിയ ഒരുപാട് കുട്ടികൾ അലിസന്റെ കൂടെ ഫോട്ടോ എടുക്കാനായി അവിടെ ക്യൂ നിൽപ്പുണ്ടായിരുന്നു. ശേഷം ഇത് കണ്ട് ഷോക്കായ സ്റ്റാഫ് ആണെങ്കിൽ അതിലൊരു കുട്ടിയോട് നിങ്ങൾ എന്തിനാണ് അവളുടെ കൂടെ സെൽഫി എടുക്കുന്നതെന്ന് ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ 25 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അലിസൺ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മൾട്ടി മില്യണർ ആയിരുന്നു. ഇത് കേട്ട് കണ്ണു തള്ളിയവൾ ഇപ്പോൾ അലിസന്റെ അടുത്തേക്ക് ചെന്ന് ഈ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് ചോദിച്ചത് അലിസൺ ആണെങ്കിൽ ഞാൻ തൊട്ടപ്പുറമുള്ള ഏതെങ്കിലും ചീപ്പായിട്ടുള്ള സ്റ്റോറിൽ നിന്നും ഡ്രസ്സ് വാങ്ങിക്കോളാമെന്നും പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്.